നിങ്ങളെല്ലാവരും ഇമെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ പല വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറാറുണ്ട്. എന്നാൽ ചില വെബ്സൈറ്റിൽ നമുക്ക് നമ്മളെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യം വരും. സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മളെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അങ്ങ് സൈൻ ഇൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർക്ക് നമ്മളെ എന്തറിയാൻ പറ്റും, നമ്മളെ പേഴ്സണൽ നമ്മളെ ഇമെയിൽ ഐ ഡി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒക്കെ സാധിക്കും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ പറ്റും. ടെമ്പററി ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്കൊരു വെബ്സൈറ്റിൽ മാത്രം സൈൻ ഇൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷനുണ്ട്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ അങ്ങനത്തെ വിശ്വസ്തനായ ഒരു വെബ്സൈറ്റും ഒരു ആപ്ലിക്കേഷനുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ടെമ്പററി ഇമെയിൽ ഐ ഡി, അതായത് തൽക്കാലത്തേക്ക് നമുക്കൊരു വെബ്സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി ആപ്ലിക്കേഷൻ വെബ്സൈറ്റുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വെൽക്കം ടു MK Joys യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ, 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന വെബ്സൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ശേഷം ഞാൻ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പറഞ്ഞുതരാം. വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഞാൻ സെർച്ച് ചെയ്യും പോലെ സെർച്ച് ചെയ്യുക. എത്ര ഇമെയിൽ ഐ ഡി വേണം നമുക്ക് ഇതിന് എടുക്കാം. പക്ഷേ അത് നമുക്ക് യൂട്യൂബിലേക്കൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ ഗൂഗിളിൻ്റെ വെബ്സൈറ്റുകൾക്ക്, ഗൂഗിളിൻ്റെ വെബ്സൈറ്റുകളല്ല, ഗൂഗിളിൻ്റെ അല്ലാത്ത വെബ്സൈറ്റുകൾക്ക് മാത്രമേ ഈ ടെമ്പററി ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല നിങ്ങളിപ്പോൾ ടെമ്പററി ഇമെയിൽ ഐ ഡി എടുത്ത് അത് വെച്ച് യൂട്യൂബിലൊരു അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഗൂഗിളിൻ്റെ അല്ലാത്ത വെബ്സൈറ്റിൽ കയറിയിട്ട് മാത്രമേ ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. ഞാൻ ടൈപ്പ് ചെയ്യാൻ പോലെ ടൈപ്പ് ചെയ്യുക, ടെം മെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ടെം മെയിൽ എന്ന് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലെ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇതുപോലെ ശേഷം ടെം മെയിലിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം കാണുന്ന വെബ്സൈറ്റോ ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ടെം മെയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതുവരെയാണ് നമുക്ക് ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡി മറ്റുള്ള വെബ്സൈറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇമെയിൽ ഐ ഡി ലോഡായത് കണ്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ ഇമെയിൽ ഐ ഡി നമുക്ക് ലോഡായി വരുന്നതായി കാണാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇമെയിൽ ഐ ഡി ലോഡായി വരുന്നതാണ് ടെമ്പററി ഇമെയിൽ ഐ ഡി. അപ്പോൾ ഇത് ലോഗിൻ ആയി വന്നതാണ് നമ്മളെ ടെമ്പററി ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി ഒരു QR കോഡ് രൂപത്തിൽ ആർക്കെങ്കിലും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ വെബ്സൈറ്റിൽ ഇനി ഈ ഇമെയിൽ ഐ ഡി ടെമ്പററി ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കീബോർഡിൽ ഈ ഇമെയിൽ ഐ ഡി കോപ്പി ആവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റുകൾക്ക് ഗൂഗിളിൻ്റെ അല്ലാത്ത വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം,
യൂസ് ചെയ്ത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അവസാനം വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ തലമണ്ടയിൽ കയറാൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഗൂഗിളിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നതല്ല, ഗൂഗിൾ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നതല്ല, അല്ലാത്ത വെബ്സൈറ്റിൽ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക ടെംമെയിൽ ആപ്പ് എന്നോ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതല്ല ആപ്ലിക്കേഷൻ, നമ്മളെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ടെമ്പററി ഇമെയിൽ ID. ഇതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ ലോഗോ എന്നൊക്കെ പറയുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരു ടെമ്പററി ഇമെയിൽ ID വെബ്സൈറ്റിൽ വന്നതായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, പർച്ചേസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ടെമ്പററി മെയിൽ ID നിങ്ങൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തെന്ന് വിചാരിക്കുക. അതിൻ്റെ മെയിലൊക്കെ ഇവിടെ വന്നത് ഈ ആപ്പിൻ്റെ ഇൻബോക്സിലായിരിക്കും. ഇനി വെബ്സൈറ്റിലാണെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇൻബോക്സിലായിരിക്കും വരേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു മെയിലും അയച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ഈ മെയിൽ വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിലൊക്കെ വരുന്നത് ഈ ഇൻബോക്സിൻ്റെ അകത്തായിരിക്കും, എന്നല്ലെങ്കിൽ ആപ്പിൻ്റെ ഇൻബോക്സിൻ്റെ അകത്തായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിലൊരു ഇൻബോക്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻബോക്സ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇൻബോക്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ടെമ്പററി മെയിൽ ID ആപ്ലിക്കേഷനും ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ദയവേത് ഇത് ആരും ദുരുപയോഗം ചെയ്യാതിരിക്കുക. കാരണം ഇത് എനിക്ക് അറിയാമെന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് അല്ലാതെയുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഇതാണ്. ഇനി ഇമെയിൽ ID വേണ്ടെന്നുണ്ടെങ്കിൽ റീഫ്രഷ് കൊടുത്താൽ മതി. അപ്പോൾ പുതിയ ഇമെയിൽ ID ലോഡായി വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇമെയിൽ ID മാറ്റി യൂസ് ചെയ്യാനും സാധിക്കുന്നതും ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് അംശം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.